ഫാത്തിമ, ഇവിടെ ഇവിടെ മാറി നിൽക്കടാ എന്ന് ഒരുപക്ഷെ എല്ലാ പെൺകുട്ടികൾക്കും പറയൽ സാധ്യമാവില്ലായിരിക്കാം. നമ്മൾ പറയുന്ന പോലെ അത്ര എളുപ്പമായിരിക്കും. അപ്പോൾ ആകെ ഉറങ്ങലിച്ച് നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് നാവ് പൊന്തില്ലായിരിക്കാം, നീങ്ങി നിൽക്കാൻ പോലുള്ള കഴിവില്ല. പക്ഷേ ഈ കേസിൽ ഇതൊന്നും ബാധകമല്ല. കാര്യം വളരെ ചിരിച്ച മുഖത്തോടു കൂടി വളരെ പ്ലസൻ്റായി പല ആംഗിളുകളിൽ വീഡിയോ എടുക്കാൻ കഴിയുന്ന ഒരു സ്ത്രീക്ക് മാറി നിൽക്കടാ എന്ന് പറയാൻ അതിൻ്റെ നൂറിലൊന്നും സ്ട്രെയിൻ ആവശ്യമില്ല ഫാത്തിമ. തീർച്ചയായിട്ടും ഹാഷ്മി, ഈ കേസ് ആക്ച്വലി ഒരു ഡിഫറെൻ്റ് ആയിട്ട് തന്നെയാണ് നമ്മൾ കണക്കാക്കേണ്ടത്. ഇതിൽ തീർച്ചയായിട്ടും കേസെടുത്ത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ പോലീസ് നടത്തട്ടെ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, പല ആളുകളും പല രൂപത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള ആളുകളാവാം. നിരന്തരമായിട്ട് ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടായിട്ട് ഒരിക്കൽ പ്രതികരിക്കുന്ന ആളുകൾ ഉണ്ടാവാം, പ്രതികരിക്കാൻ പറ്റാതെ പ്രയാസപ്പെടുന്നവരുണ്ടാകാം. ഇനി ഒരിക്കൽ ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായി, ഒരു വ്യക്തിക്ക് ഒരു മോശപ്പെട്ട അനുഭവം ബസ്സിൽ ഉണ്ടായി എന്ന് കരുതുക. അപ്പം വീണ്ടും അത് ആവർത്തിക്കുമ്പം ഒരു പക്ഷേ വീഡിയോ ഷൂട്ട് ചെയ്ത് അത് പിന്നെ ആ സമയത്തിനെ കാണിച്ചു കൊടുക്കാൻ ഒരു പക്ഷേ കണ്ടക്ടറെയോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആളെയോ പിന്നെ ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് കാണിക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ പലപ്പോഴും സ്ത്രീകൾ നടത്താറുണ്ട്. ഞാൻ പറയുന്നത് ഈ വിഷയം കൊണ്ട് അത്തരത്തിലുള്ള ഒരു പ്രതികരണ ശേഷി പെൺകുട്ടികളിൽ നഷ്ടപ്പെടരുത് എന്നുള്ള ഒരു അഭിപ്രായം കൂടി എനിക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. ഈ വിഷയം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പം ഈ കേസിൽ ഈ വീഡിയോ കാണുമ്പം ഒരു പൊതുജന വികാരം എന്നുള്ള രൂപത്തിൽ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു സിറ്റിസൺ എന്നുള്ള രൂപത്തിൽ ഒരിക്കലും ഈ പെൺകുട്ടി ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്തത്. ആത്മാഭിമാനത്തിന് മുറിവേറ്റത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ദീപകിന് സംഭവിച്ചിട്ടുള്ളത്, അവരുടെ കുടുംബത്തിന്, നമ്മുടെ നാടിനൊക്കെ സംഭവിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തിൻ്റെ വില യഥാർത്ഥത്തിൽ എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ബഹുമാനിക്കുകയും തൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട്, റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് മറ്റൊരാളുടെ അഭിമാനക്ഷതമുണ്ടാക്കുന്ന രൂപത്തിൽ എൻഗേജ് ചെയ്യുന്നത് അപകടമാണ്. അവരാദ്യം ഒരു വീഡിയോ, ഒരു ഇമ്പൾസിന്റെ പുറത്ത് വീഡിയോ ഇട്ടെന്ന് വെച്ചു, ആ വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നു. കാര്യം എന്താണ്? അതിൽ നിന്നൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. പെട്ടെന്ന് അത് എടുക്കുന്നു, അത് സ്ലോ മോഷൻ ആക്കുന്നു. അതിന് ഈ പറയുന്ന ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്തോ അൺകറക്റ്റഡ് ബിഹേവിയർ ആണ്, അത് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് പൊതുസമൂഹം മൊത്തം ചോദ്യം ചെയ്യണമെന്ന് പൊതുവിചാരണ കിട്ടുകൊടുക്കുന്നത് ഒരു എഡിറ്റഡ് വീഡിയോ ആണ്. അതിനൊരു സമയമുണ്ടല്ലോ, ആ സമയത്തുടനീളം ആ സ്ത്രീക്ക് മനസ്സിലാവുന്നില്ലേ താൻ ചെയ്യുന്നത് അക്രമമാണെന്ന് ഫാത്തിമ? തീർച്ചയായിട്ടും ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. ഇതൊരു കണ്ടന്റ് ക്രിയേഷന് വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ മാത്രമാണ്. ഇതിൽ അത്തരത്തിൽ ദീപക്ക് അവരുടെ മുഖത്തേക്ക് നോക്കുകയോ അല്ലെങ്കിൽ ആ വീഡിയോ കണ്ടാൽ നമുക്കൊരു കാര്യം വ്യക്തമാകും, ദീപക്ക് ഒരു പക്ഷെ അറിയുന്ന കൂടി ഉണ്ടാവില്ല ഇങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് പിന്നീട് കുറേ ആളുകളിലൂടെ പാസ് ചെയ്തിട്ടാണ് ദീപക്ക് പോലും ഇത് അറിയുന്നത്, ഇങ്ങനെ താൻ ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പം എന്തുകൊണ്ട് ഇവർ ആ സമയം പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ, ആളുകൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ ഉണ്ടാവും. ചിലപ്പം ആ സമയത്ത് പ്രതികരിക്കാൻ കഴിവില്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കാം, അത് പിന്നീട് പറയാമെന്ന്. പക്ഷെ ഇതൊന്നുമല്ല, ഈ കേസിൽ കൃത്യമായിട്ടുള്ള ഒരു വ്ളോഗിങ്ങിലേക്കോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷനിലേക്കോ ഒക്കെയുള്ള ഒരു ത്വരത തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയുടെ പിന്നിലുള്ള അവരുടെ മോട്ടീവ് എന്നുള്ളത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പ്രഥമ ദൃഷ്ടിയാ കണ്ടാൽ മനസ്സിലാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഇങ്ങനെ അല്ലാത്ത കേസുകൾ ഒരിക്കൽ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് കൊണ്ട് നാളെ ഇത്തരത്തിലുള്ള ഒരു സംഭവം മറ്റൊരു സ്ത്രീക്ക്, ഞാൻ പറയുന്നത് ഇത്തരത്തിൽ എന്നുള്ളതല്ല, ബസ്സിൽ കയറി യാത്ര ചെയ്യുമ്പം സ്ത്രീകൾക്ക് പൊതുവെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിന് ഒരുപാട് ആളുകൾ അത്തരത്തിൽ പ്രതികരിക്കുന്നവരുണ്ടാകും. പ്രതികരിക്കാൻ സംശയം. മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഹാഷ്മി, ഇപ്പം ചില ആളുകൾക്ക് എന്നോട് ഇവർ ചെയ്തത് എനിക്ക് സംശയം തോന്നിയതാണോ എന്നുള്ള തോന്നലുകൾ കൊണ്ട് പ്രതികരിക്കാത്ത ആളുകളുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഈ കേസുകളിൽ നിന്നൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കേസാണ് ദീപകിൻ്റെ കേസിൽ സംഭവിച്ചത്. ഇവരൊരു വ്ളോഗറാണ്, ഇവരൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റാണ്, ഇവരൊരു ജനപ്രതിനിധിയായിരുന്നു. ഇതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ഒരു വിഷയം വരുമ്പോൾ തൊട്ടപ്പുറത്ത് ഇരിക്കുന്ന ആൾ അല്ലെങ്കിൽ തൻ്റെ വീഡിയോയിലെ കണ്ടന്റായി മാറുന്ന ആളുടെ ജീവൻ, അവരുടെ അഭിമാനം, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു. താനൊരു വീഡിയോ ഔട്ട് ചെയ്യുമ്പം എന്താണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് സാമാന്യ ബോധം ഒരു പക്ഷേ അവർക്ക് ഉണ്ടാവേണ്ടിയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പോലീസ് അന്വേഷിക്കട്ടെ, കൃത്യമായിട്ട് ഇതിലുള്ള ഇതിലെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് അത് ആ രൂപത്തിൽ തന്നെയുള്ള അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇങ്ങനൊരു ആത്മഹത്യ സംഭവിക്കുന്നു, കേരളത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്ന സമൂഹ മാധ്യമ വിചാരണ ഒരു ഇര കൂടിയാണ് ദീപക് എന്നുള്ളത് നമ്മൾ പറയേണ്ടി വരും. ഇത്തരത്തിൽ എത്ര ആളുകളെ വേട്ടയാടുന്നുണ്ട്. ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സോഷ്യൽ മീഡിയ നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ വ്യക്തി അധിക്ഷേപങ്ങൾക്ക്, മാനസികപരമായിട്ടുള്ള അക്രമങ്ങൾക്ക്, ഇത്തരത്തിലുള്ള അഭിമാനക്ഷതം ഉണ്ടാക്കാനുള്ള അവസരങ്ങൾക്ക് സോഷ്യൽ മീഡിയ പാത്രമാകുന്നു എന്ന് പറയുന്നത് എടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്.
ഇവിടെ എവിടെയൊക്കെയാണോ നമ്മൾക്ക് നിയന്ത്രണം ഉണ്ടാക്കേണ്ടത് ആ ഇടങ്ങളിലൊക്കെ നിയന്ത്രണം ഉണ്ടാക്കാനുള്ള ശ്രദ്ധ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്, അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. അല്ലാതെ ഇതിനൊരു തുറന്ന നിങ്ങൾക്ക് ആർക്കും എന്തും പറയാം, ആരെയും ഇൻസൾട്ട് ചെയ്യാം, ആരെയും ഡിഫെയിം ചെയ്യാം എന്നുള്ള രൂപത്തിലേക്ക് സോഷ്യൽ മീഡിയ, പ്രത്യേകിച്ച് പുതിയ കാലത്തെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ തംബ്നെയിൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടുക അല്ലെങ്കിൽ ഫോളോവേഴ്സ് ഉണ്ടാക്കുക എന്ന് പറയുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എങ്കിൽ അതിനെ അടിയന്തരമായിട്ട് നിയന്ത്രിക്കാനുള്ള ശ്രദ്ധ തീർച്ചയായിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവണം എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിഷയങ്ങൾ അത് വ്യക്തമാണ്. പക്ഷേ പ്രശ്നം ആവർത്തിച്ചു വരും. അത് ഇട്ട FIR നോക്കിക്കഴിഞ്ഞാൽ കാര്യമായ ഒന്നും FIR ഇല്ല, അസ്വാഭാവിക മരണത്തിന്റെ FIR ആണ്, കൂടുതൽ കാര്യങ്ങൾ ആഡിയോ ഒന്നും അറിയില്ല. ഇനി നിയമത്തിന്റെ വഴിയിലാണെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ദുരുപയോഗത്തിന് നമ്മുടെ നിയമം ശക്തമാണ് അല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.